ഹലോ നമസ്കാരം. മഴതോരും മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആശുപത്രിയുടെ വരാന്തയിൽ ഒരു വലിയ നിശബ്ദത പടർന്നിരിക്കുകയാണ്. കാരണം വൈജിയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള നിശബ്ദത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജിയെ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും. വീൽ ചെയറിലിരിക്കുന്ന വൈജിയുടെ മുഖത്ത് ഒരേ സമയം തളർച്ചയും അതുപോലെ തന്നെ വാശിയും പ്രകടമായിരുന്നു. എന്നാൽ അവളെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യം അവിടെ ഒരു വലിയ യുദ്ധത്തിന് വഴിമരുന്നിട്ടു. ബാലചന്ദ്രൻ ശിവന്റെയും രാജീവിൻ്റെയും നേരെ തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. വൈജിയെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് നടക്കില്ല ശിവേട്ട. അവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ കൊണ്ടുപോകേണ്ടത് എൻ്റെ വീട്ടിലേക്കാണ്, കടപ്പാട്ടൂരേക്ക് എന്ന് പറയുകയാണ്. ശിവൻ ഒന്ന് മടിച്ചു നിന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ വൈജി സമ്മതിക്കുന്നില്ല. അവൾക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ബാലചന്ദ്രൻ്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. വാശിയോ? ഈ അവസ്ഥയിലോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണം അവൾക്ക്. ആഹാരം കഴിക്കണമെങ്കിലും ബാത്റൂമിൽ പോകണമെങ്കിലും ആരെങ്കിലും കൂടെയുണ്ടായേ തീരൂ. കൊല്ലപ്പള്ളിയിൽ ആരാണ് അവളെ നോക്കാനുള്ളത്? നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. വൈജിയുടെ അമ്മയെ നോക്കുന്ന ചുമതല തന്നെ ഇപ്പോൾ നിങ്ങൾക്കാണ്. കമലയ്ക്ക് എത്രത്തോളം നോക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയാത്തതാണോ? അമ്മയെ നോക്കുന്നത് കമലയല്ലേ? എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ ഞാൻ കണ്ടതല്ലേ എന്ന് പറയണം. ആ സമയത്ത് രാജീവനും പറയാൻ ശ്രമിക്കുന്നുണ്ട്, ബാലചന്ദ്ര അങ്ങനെയല്ല, എന്നാലും ഇപ്പോൾ വൈജിയുടെ ഈ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയാൻ നോക്കുമ്പോൾ പെങ്ങളുടെ ഈ വെറും വാശി ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ നിങ്ങൾ പറയണം. ഇത് ജീവൻ്റെ കാര്യമാണ് എന്ന് രാജീവനോടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയം ശിവൻ പറയുകയാണ്, ഞങ്ങൾ സംസാരിച്ചു ബാലചന്ദ്ര, പക്ഷേ അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അലീന ഉള്ളിടത്തേക്ക് താൻ വരില്ലെന്നാണ് അവൾ പറയുന്നത് എന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ ആ സമയം വൈജിയെ ഒന്ന് നോക്കുന്നുണ്ട്. വൈജി കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് വൈജിയെ ഇരുത്തിയിരിക്കുന്നത്. അലീന അവളുടെ മകളല്ലേ ശിവേട്ട, വേറെ ആരുമല്ലല്ലോ. അവളെ നോക്കാൻ അലീനയ്ക്ക് എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾ കണ്ടതല്ലേ. ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം അവളെ പൊന്നുപോലെ നോക്കിയത് അലീനയല്ലേ. എന്നിട്ടും എന്തിനാണ് ഈ ശത്രുത എന്നിങ്ങനെ ബാലചന്ദ്രൻ ശിവനോട് ചോദിക്കുമ്പോൾ ശിവൻ ഒരു ദീർഘനിശ്വാസത്തോടു കൂടിയിട്ട് പറയാണ്, സത്യങ്ങൾ നമുക്കറിയാം, പക്ഷേ അവൾക്കറിയില്ലല്ലോ. അവൾ ആ ഒരു വാശിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ബാലചന്ദ്രൻ അവസാനമായി ഒരു താക്കീത് നൽകുകയാണെങ്കിൽ കേട്ടോ, ഇനി കൊല്ലപ്പള്ളിയിലേക്കാണ് അവളുടെ പോക്കെങ്കിൽ ഇത് അവളുടെ അവസാനത്തെ പോക്കായിരിക്കും. കാരണം അങ്ങോട്ടേക്ക് പോയാൽ പിന്നീട് ഒരിക്കലും ഞാൻ അവളെ സ്വീകരിക്കില്ല. എൻ്റെ ഭാര്യയായി അവൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ വീട്ടിലേക്ക് വരണം. ഇതാണ് എൻ്റെ അവസാന തീരുമാനം എന്ന് പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെയും വൈജിയുടെയും ഇടയ്ക്ക് കിടന്ന് ആകെ ശ്വാസം മുട്ടുന്നത് ഇപ്പോൾ രാജീവനും അതുപോലെ ശിവേട്ടനുമാണ്. അങ്ങനെ അവസാനം തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ ശിവനും രാജീവനും കൂടെ വൈജിയെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. തൽക്കാലം നീ കൊല്ലപ്പള്ളിയിലേക്ക് വരണ്ട, അവിടെ വന്നാൽ അമ്മയെ തന്നെ നോക്കുന്നത് കമല എങ്ങനെയാണെന്ന് നിനക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബബിതയുണ്ടല്ലോ, ബബിത എന്നെ നോക്കിക്കോളും എന്ന് പറയാണ്. ബബിതയൊക്കെ സ്കൂളിൽ പോവില്ലേ, കോളേജിൽ പോവില്ലേ, പിന്നെ നിന്നെ നോക്കാനൊന്നും സമയം ഉണ്ടാവത്തില്ല, കുട്ടികൾ അത്രയൊന്നും നോക്കൊന്നുമില്ല എന്ന് പറയാണ്. ബബിതയും രോഹിത്തിനെയും ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയക്കാം, നീ തൽക്കാലം കടപ്പാട്ടൂരേക്ക് തന്നെ പോ. കാരണം അതാണ് നിൻ്റെ വീട്. നീ അവിടെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ തൽക്കാലം അങ്ങോട്ടേക്ക് പോ. അലീനയുടെ വിഷയമല്ലേ, തൽക്കാലം നീ ഈ ഒരവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെയെങ്കിലും അലീനയുടെ കാര്യത്തിൽ നീ ഒരു യുദ്ധത്തിനും ഒരു പ്രശ്നത്തിനും പോവണ്ട. അവൾ അവിടെ നിന്നോട്ടെ. പക്ഷേ നീ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അലീനയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കും. അലീനയെ അവിടെ നിന്ന് മാറ്റിയിരിക്കും എന്ന് പറയണം. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതങ്ങനെയല്ല, ഇത് ഉറപ്പാണ്. അലീനയെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിരിക്കും, നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഉറപ്പാണല്ലോ ശിവേട്ട, രാജീവേട്ട, ഇത് ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുകയാണ് വൈജ. അതെ, ഉറപ്പാണ് വൈജെ, നീ ഒരു പേടിയും പേടിക്കേണ്ട. അലീനയെ അവിടെ നിന്ന് മാറ്റിയേക്കാം, പക്ഷേ നമുക്കിപ്പോൾ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും അലീനയെ പറഞ്ഞയക്കാൻ പറ്റത്തില്ല. ബാലചന്ദ്രൻ കട്ടയ്ക്ക് മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ആ രീതിയിലൊന്നും പോവാതെ ഇപ്പോൾ ഒരു നയതന്ത്രപരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ബാലചന്ദ്രനോട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത്.
അതുകൊണ്ട് ആ രീതിയിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തൽക്കാലം നീ കടപ്പാട്ടൂരേക്ക് പോ എന്ന് തന്നെ വൈജയെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ വൈജയന്തി വീട്ടിലെത്തുകയാണ്. അവിടെ അവളെ കാത്തിരുന്നത് അലീനയുടെയും കൃഷ്ണമോളുടെയും അളവറ്റ സ്നേഹമായിരുന്നു കേട്ടോ. കാരണം അലീനയും കൃഷ്ണമോളും വൈജയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. താൻ സ്നേഹിച്ചിരുന്നവർ പലരും തന്നെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ താൻ വെറുത്തിരുന്ന അലീനെ തന്നെ പരിചരിക്കുന്നത് വൈജയ്ക്ക് വലിയൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ബബിതയാണെങ്കിലും അലീനെ അങ്ങനെ വൈജയെ വല്ലാണ്ട് കാര്യങ്ങളൊന്നും നോക്കിയൊന്നും ചെയ്യുന്നില്ല. അലീനയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അലീന മുറിയിൽ ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയാണ്. കൃഷ്ണമോൾ വൈജയുടെ അരികിൽ തന്നെയുണ്ട്. അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ നീ പോയി ആഹാരം കഴിച്ച് കുളിച്ചു വരൂ, അമ്മയുടെ അടുത്ത് ഞാൻ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പോയതിനു ശേഷം അലീന വൈജയെ നോക്കി. വൈജയുടെ കണ്ണുകളിൽ പഴയ ദേഷ്യം വെറുപ്പൊന്നുമില്ല, പക്ഷേ ഒരു ശൂന്യത പോലെയാണ്. ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ തിരിച്ചെത്തുന്നുണ്ട്. അലീന വൈജയോട് പറഞ്ഞു, മാഡം ഇന്നത്തേക്കുള്ള എക്സസൈസ് കഴിഞ്ഞു, ഇനി വൈകിട്ട് ചെയ്യാം, ഇപ്പോൾ കുറച്ചു നേരം വിശ്രമിക്കൂ, ഉച്ചയ്ക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് വരും, അതിനു മുൻപ് ആഹാരം കഴിക്കണം, ഗുളികയും കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ അലീന എല്ലാതും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ വന്ന സമയത്ത് അലീന കുളിക്കാനൊക്കെ ആയിട്ട് പോവാൻ നിൽക്കുന്ന സമയത്താണ് രേവതിക്കുട്ടി വിളിക്കുന്നത്. ഏകദേശം 11 മണിയായിട്ടുണ്ട്. അലീന അപ്പോഴും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ വിളിക്കുന്ന സമയത്ത് അലീന ചേച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല മോളെ കഴിച്ചില്ല, കഴിക്കണം അലീന ഇങ്ങനെ പറയണം. ഇതെന്താ ചേച്ചി ഇങ്ങനെ, സ്വന്തം ആരോഗ്യം കൂടി നോക്കണ്ടേ എന്ന് ഭയങ്കര ഒരു ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഒരു അധികാരത്തോട് കൂടിയിട്ട്. അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ചേച്ചിയുടെ ആരോഗ്യം കൂടി നോക്കണം എന്ന് പറയണം. അത് സാരമില്ല മോളെ, ഇവിടെ മാഡത്തിന് ആഹാരവും മരുന്നും ഒക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കഴിക്കാൻ, മാഡം ഇപ്പോൾ ഗുളികയൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് ചേച്ചി അങ്ങനെ ഒന്നും നോക്കല്ലേ കേട്ടോ, ചേച്ചിയുടെ ആരോഗ്യം കൂടി നോക്കണം, ആ വീട്ടിലെ എല്ലാവരുടെ കാര്യങ്ങളും ചേച്ചിയല്ലേ നോക്കുന്നത്, ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ വേറെ ആരും ഇല്ല എന്നുള്ളത് ചേച്ചിക്ക് ഓർമ്മ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ വൈജി ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജി ചിന്തിക്കുകയാണ്, തനിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന അലീന, താൻ കൊല ചെയ്യാൻ വരെ ആഗ്രഹിച്ച ആ പെൺകുട്ടി ഇന്ന് തൻ്റെ ജീവൻ നിലനിർത്താൻ കഷ്ടപ്പെടുകയാണ്. വൈജയുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണ് വൈജയുടെ. അങ്ങനെ അലീന വൈജയുടെ പുതപ്പൊക്കെ നേരെയാക്കി കൊടുക്കുന്നുണ്ട്. മാഡം ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് ജോലി കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ നിന്ന് മുറിക്ക് പുറത്തേക്ക് പോവുകയാണ്. വൈജ തറയിലേക്ക് നോക്കി അങ്ങനെ കിടക്കാൻ, തൻ്റെ മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ കിടക്കുമ്പോൾ മുകളിലേക്ക് നോക്കി അങ്ങനെ കിടക്കുകയാണ്. തൻ്റെ വൈജയുടെ മനസ്സിൽ പഴയ സംഭവങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. കൃഷ്ണ കാണിച്ച സ്നേഹവും അലീന കാണിക്കുന്ന കരുതലുമാണ് ഇപ്പോൾ അവളുടെ ഉള്ളിൽ നിറയുന്നത്. തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു ഒപ്പം നടന്നവർ ആപത്ത് വന്നപ്പോൾ ഇവിടെ പോയി, തന്നെ ശത്രുവായി കണ്ടവർ എന്തുകൊണ്ട് തന്നെ പരിചരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കണം. വൈജയുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും കാണിക്കുന്ന ഈ നിർമ്മലമായ സ്നേഹത്തിന് മുന്നിൽ തൻ്റെ വാശികൾ തോറ്റു പോവുകയാണെന്ന് അവൾ തിരിച്ചറിയാണ്. ഈ കുട്ടികളാണ് തൻ്റെ യഥാർത്ഥ ബന്ധുക്കളെന്ന് വൈജയുടെ മനസ്സിങ്ങനെ മന്ത്രിക്കുകയാണ്. ഒരു പുതിയ മനുഷ്യനായി വൈജ മാറുന്നതിൻ്റെ തുടക്കമായിരുന്നു ആ നിമിഷമൊക്കെ. പക്ഷേ വൈജയന്തി ശരിക്കും മാറുന്നൊന്നുമില്ല, ആ ഒരു സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നുന്നു എന്ന് മാത്രമാണ്. അങ്ങനെ വൈജയന്തി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്തും വൈജയുടെ കാതുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അലീനയുടെ ആ വാക്കുകളാണ്. അലീന ഫോണിലൂടെ പറഞ്ഞത്, അമ്മയ്ക്ക് ആഹാരം കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം എന്ന് രേവതിക്കുട്ടിയോട് അലീന പറഞ്ഞ ആ വരികളുണ്ടല്ലോ, അത് വല്ലാതെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടുകയാണ് വൈജയുടെ. താൻ ഇത്രയും കാലം അലീനയെ ഒരു ശത്രുവായി മാത്രം കണ്ടു, അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ ഇന്ന് താൻ നിസ്സഹായിയായി കിടക്കുമ്പോൾ തൻ്റെ നിഴലായി കൂടെയുള്ളത് ആ അലീന മാത്രമാണ് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ആയ സമയത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിലെത്തുന്നുണ്ട്. വൈജയുടെ കാലുകൾക്കും കൈകൾക്കും ചലനശേഷി പൂർണ്ണമായി തിരിച്ചു കിട്ടാനുള്ള വ്യായാമങ്ങൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്. വേദന കൊണ്ട് വൈജ മുഖം ചുളിക്കുമ്പോൾ അലീന അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. സാരമില്ല മാഡം, ഇത് കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഉടനെ തന്നെ നടക്കാനൊക്കെ കഴിയും എന്ന് അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പോയതിന് ശേഷം വൈജ ആദ്യമായിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ വെറുപ്പായിരുന്നില്ല, പകരം ഒരു തരം നിസ്സഹായാവസ്ഥയായിരുന്നു. ഒരു സ്നേഹമാണോ ഇഷ്ടമാണോ അങ്ങനെയൊന്നും മനസ്സിലാവാത്തൊരു നോട്ടമായിരുന്നു. അങ്ങനെ അലീനയും കൃഷ്ണമോളും ചേർന്ന് വൈജയെ കുളിപ്പിക്കാനും വസ്ത്രം മാറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. മറ്റൊരാളുടെ മുന്നിൽ ഇങ്ങനെ നിസ്സഹായി നിൽക്കേണ്ടി വന്നതിൽ വൈജയ്ക്ക് ആദ്യം ഒരു ലജ്ജ തോന്നിയെങ്കിലും അലീനയുടെ പെരുമാറ്റം ആ ലജ്ജയൊക്കെ ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട്. ഒരു മകൾ അമ്മയെ നോക്കുന്നത് പോലെയാണ് അലീന തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. ഈ സമയം ബാലചന്ദ്രൻ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. വൈജയുടെ കാര്യങ്ങൾ അലീന ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു ആശ്വാസം, ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. വൈജയ്, ബാലചന്ദ്രൻ വിളിക്കുകയാണ്. വൈജ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇപ്പോൾ കാണുന്ന ഈ സ്നേഹം ഇത് ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല. അലീനയ്ക്ക് നിന്നോട് ഉള്ളത് വെറും കടമയല്ല, അത് ആത്മാർത്ഥമായ സ്നേഹമാണ്. നീ വെറുത്തവരാണ് ഇന്ന് നിനക്ക് താങ്ങായി ഉള്ളത്. സ്നേഹിക്കാൻ നമുക്ക് ആരെയും കിട്ടും, പക്ഷേ കൂടെ നിൽക്കാൻ ഇതുപോലെയുള്ള ഹൃദയങ്ങൾ വേണം എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. രാത്രിയായപ്പോൾ അലീന വൈജയ്ക്കുള്ള ആഹാരവുമായിട്ട് വരുന്നുണ്ട്. ഓരോ ഉരുളയും അലീന വൈജയ്ക്ക് ഉരുട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വൈജയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് അലീനയുടെ കയ്യിലേക്ക് വീഴട്ടോ. എന്താ മേഡം, വേദനിക്കുന്നുണ്ടോ എന്ന് പരിഭ്രമത്തോട് അലീന ചോദിക്കുമ്പോൾ വൈജ ഇല്ല എന്നുള്ള രീതിയിൽ തലയട്ടി കാണിക്കുകയാണ്. തൻ്റെ ശബ്ദം പുറത്തു വരുന്നില്ലെങ്കിലും ആ കണ്ണീരിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മാപ്പപേക്ഷയും സ്നേഹവും തിരിച്ചറിവും ആ ഒരു തുള്ളി കണ്ണീരിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വൈജ ഉണർന്നപ്പോൾ മുറിയിൽ നല്ല സുഗന്ധമുള്ള ചന്ദനത്തിരിയുടെ മണം ഉണ്ടായിരുന്നു. അലീന ജനങ്ങൾ തുറന്നിട്ടിട്ട് വെളിച്ചം മുറിയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. വൈജ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് കുറച്ചു ദൂരം നടക്കാൻ ശ്രമിക്കാം, മേഡത്തിന് വേഗം സുഖമാകണം. വൈജ ആദ്യമായിട്ട് അലീനയുടെ കൈകളിൽ മെല്ലെ ഇങ്ങനെ അമർത്തുകയാണ്. താൻ പഴയ വൈജയല്ലെന്നും സ്നേഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ ഒരു പുതിയ മനുഷ്യനാണെന്നും ഉള്ള ഒരു സൂചനയായിരുന്നു അത്. പിന്നീട് ഒരു ദിവസം കൊല്ലപ്പള്ളിയിൽ നിന്ന് കമല വൈജയെ കാണാനായിട്ട് വരുന്നുണ്ട്. കമല വരുന്ന സമയത്ത് അലീനയാണല്ലോ വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കമലയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ബാലചന്ദ്രൻ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് കമല വരുന്നത്. കമല വന്നിട്ട് വൈജയോട് ചോദിക്കുന്നുണ്ട്, അലീനയാണോ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എന്തിനാ നീ അവളെ ഇവിടെ വീണ്ടും വെച്ചിരിക്കുന്നത്? നിനക്ക് അവളെ പറഞ്ഞു വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. കമലയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. നിനക്കും ഇപ്പോൾ അവൾ മതിയെന്നായോ? നിനക്ക് നിന്റെ മക്കൾ നോക്കില്ലേ നിന്നെ? അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കണം. എന്തിനാണ് അവളെ കൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി അതിന് വല്ലാണ്ട് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കാരണം കമല യേശുവിനെ കൂട്ടാനാണ് വന്നത് എന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ സംസാരശേഷി മുഴുവനായിട്ടൊന്നും വൈജയ്ക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് സാരമില്ല, അവളിവിടെ നിന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കമല പെട്ടെന്ന് അമ്പരന്ന് പോവുകയാണ്. അങ്ങനെ വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് പിന്നെ കമല അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നീട് ഒരു ദിവസം അലീനയ്ക്ക് ഭയങ്കരമായിട്ട് പനി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പനിക്കുന്ന സമയത്ത് അലീന ഒരിക്കലും വൈജയുടെ കാര്യങ്ങളൊന്നും മുടക്കം വരുത്തുന്നില്ല. വൈജയുടെ മരുന്നും ഭക്ഷണവും ഒക്കെ മുടങ്ങരുതെന്ന് കരുതി അവൾ ഓരോ കാര്യങ്ങളും കഷ്ടപ്പെട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് തലക്കറക്കം വന്ന് അലീന ഒന്ന് ആടിയപ്പോൾ വൈജ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ അലീനയുടെ കൈ ഒന്ന് പിടിക്കുന്നുണ്ട്. അലീനയുടെ ശരീരം തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. വൈജ ഉടനെ തന്നെ ബാലചന്ദ്രനെ ആംഗ്യത്തിലൂടെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ കൃഷ്ണ അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണയോട് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രനെ വിളിക്കുന്നത്. അങ്ങനെ അലീനയെ നിർബന്ധിച്ച് വിശ്രമിക്കാൻ അയക്കുമ്പോൾ വൈജയുടെ കണ്ണുകളിൽ ഒരു വലിയ ആകുലതയൊക്കെ തോന്നുന്നുണ്ട്. കാരണം തന്നെ ഇത്രയും നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും സ്നേഹമൊക്കെ പോലെ തോന്നുന്നുണ്ട്. അലീന അങ്ങനെ വിശ്രമിക്കുമ്പോൾ വൈജ കൃഷ്ണമോളെ വിളിച്ച് അലീനയ്ക്ക് കഞ്ഞി കൊടുക്കാനും മരുന്ന് നൽകാനൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ താൻ ഒരു കാലത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച പെൺകുട്ടിക്ക് വേണ്ടി വൈജ ഇന്ന് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അന്നത്തെ രാത്രി വൈജയ്ക്ക് ഉറക്കം വരുന്നില്ല. തൻ്റെ അരികിൽ തളർന്നു കിടക്കുന്ന അലീനയുടെ മുഖം നോക്കി അവൾ ഇങ്ങനെ കിടക്കുകയാണ്. സ്നേഹം എന്നത് കൊടുക്കുന്തോറും കൂടുന്ന ഒന്നാണെന്നും പക കൊണ്ട് താൻ നേടിയത് വെറും ഒറ്റപ്പെടൽ മാത്രമാണെന്നും വൈജ ആ സമയം തിരിച്ചറിയാണ്. ബാലചന്ദ്രൻ റൂമിലേക്ക് വന്നപ്പോൾ കണ്ടത് അലീനയുടെ തലയിൽ കൈവച്ച് തലോടുന്ന വൈജയാണ്. ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ഈറനെണീക്കുക കേട്ടോ. വൈജി, നിന്റെ ഈ മാറ്റമാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ കുടുംബം ഇപ്പോൾ ശരിക്കും ഒന്നായിരിക്കുന്നു.
ബാലചന്ദ്രൻ വൈജയുടെ അരികിലിരുന്ന് പതുക്കെ പറയാണ്. വൈജ ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പനി കുറഞ്ഞ അലീന ഉണർന്നപ്പോൾ വൈജ തൻ്റെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നത് കാണുകയാണ്. അലീന അരികിലേക്ക് ചെന്നപ്പോൾ വൈജ കഷ്ടപ്പെട്ടൊരു വാക്ക് ഉച്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മോളെ എന്നുള്ള രീതിയിൽ, അലീന എന്നുള്ള രീതിയിൽ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. വൈജയുടെ നാവിലൂടെ വന്ന ആദ്യത്തെ വിളി ഒരു അമ്മയുടെ വിളിയായിരുന്നു. അലീന വൈജയെ കെട്ടിപ്പിടിച്ച് കരയാണ്. വർഷങ്ങളായുള്ള എല്ലാ പകയും ആ കണ്ണീരിൽ ഒലിച്ചു പോവാണ്. അതായത് കുറച്ച് വർഷം, ഒന്ന് വർഷമൊക്കെ ആയാലും അലീന വന്നിട്ട്, അപ്പോൾ ആ സങ്കടങ്ങളൊക്കെ മാറിപ്പോവാണ്. അങ്ങനെ അലീനയുടെ പരിചരണത്തിലൂടെ വൈജയുടെ ആരോഗ്യത്തിലൊക്കെ ഭയങ്കര പുരോഗതി ഉണ്ടാവുകയാണ്. മനസ്സ് സന്തോഷിക്കുമ്പോൾ ശരീരം വേഗത്തിൽ പ്രതികരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞത് സത്യമായി മാറുന്നുണ്ട്. അലീനയുടെയും കൃഷ്ണയുടെയും സഹായത്തോടെ വൈജ പതുക്കെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്.